നമ്മള് കൊണ്ടുപോകാനുള്ള എല്ലാ സാധനങ്ങളും എടുത്തു വെച്ചു. ഇത് നമ്മുടെ ചെരുപ്പും പിന്നെ അതേപോലെ കമ്മല് മാല അങ്ങനത്തെ സംഗതികളുണ്ടല്ലോ അതൊക്കെ ഈ പെട്ടിയിലാക്കി. പിന്നെ ഡ്രസ്സും കാര്യങ്ങളും ഇവിടെ അവര് ഡെലിവറി ചെയ്ത പോലെ തന്നെ നമ്മളിവിടെ ഹാങ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതെടുത്ത് വെച്ചു. പിന്നെ ഇത് കുറച്ച് ഗിഫ്റ്റ് ആണ് കേട്ടോ. നമ്മൾ ഈ പരിപാടിയിൽ നമ്മുടെ ഇമ്മീഡിയറ്റ് ഫാമിലിക്ക് പുറമെ കഴിഞ്ഞ 5 കൊല്ലമായിട്ട് നമുക്ക് ഉണ്ടായ നല്ല കുറച്ച് റിലേഷൻഷിപ്സ് ഉണ്ടല്ലോ നാട്ടില്, അവരെയും കൂടെ നമ്മള് ഈ ഒരു ഫംഗ്ഷൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവർക്കൊക്കെ എനിക്കൊരു ഗിഫ്റ്റ് കൊടുക്കാൻ തോന്നി. അപ്പൊ അങ്ങനത്തെ കുറച്ച് ഗിഫ്റ്റ് വാങ്ങിയതും കൂടെയാണ് നമ്മൾ പാക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ളത്. വൈശാഖ് സാറും അൽക്കി ഇപ്പൊ എത്തും. അപ്പോ ഞാനും അൽക്കിയും വൈശാഖ് സാറും കൂടെയാണ് ഇപ്പൊ ആദ്യം പോകുന്നത്. ഇപ്പൊ എത്തുന്നു പറഞ്ഞപ്പോ എത്ര വട്ടം എത്തുന്നു. അപ്പൊ എത്തി. അപ്പൊ ഇനി ഞങ്ങൾ ഇറങ്ങണം. അൽക്ക് ഇന്ന് വൈശാഖ് സാറിന്റെ കോസ്റ്റ്യൂം ഇതാണ് പരിപാടിക്ക് അല്ലേ, വെട്ടിത്തിളങ്ങണം. ഞാനെപ്പോഴത്തെ വിഷ്ണുവിന് മുടി വെട്ടി കുറെ പരിപാടി ഉണ്ട്, അതൊക്കെ കഴിഞ്ഞിട്ടാണ് വിഷ്ണുവിനി വരുന്നത്. ഉച്ച കഴിഞ്ഞ് യുവിനെയും കൊണ്ടുവരും. എന്റെ തോഴീനായിട്ട് ഞാൻ പോവാണ്. തോഴി ടു ഹവേഴ്സിൽ വരണം കേട്ടോ. നമുക്ക് റെഡി ആവണേ. ആ റെഡി ആവണം കേട്ടോ. ചാച്ചി വിളിച്ച് സുന്ദരനായി. ഇന്നത്തെ നമ്മുടെ പരിപാടിയുടെ പേര് അറൈവൽ ഓഫ് യുവാൻ എന്നാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പൊ 2 ഗ്രാൻഡ് പേരൻസും പിന്നെ അൽക്കിയും വൈശാഖ് സാറും മാത്രമാണ് അവനെ കണ്ടിട്ടുള്ളൂ. അപ്പൊ ബാക്കി എല്ലാ ഫാമിലി മെമ്പേഴ്സും നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സും ഇന്നാണ് അവനെ മീറ്റ് ചെയ്യാൻ പോണേ. എന്തായാലും നമ്മൾ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവരുടെ വീട്ടിലും ഒരു തവണ പോയി എല്ലാവരെയും കാണേണ്ട ഒരു കാര്യമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇത്തവണ നമ്മൾ വിചാരിച്ചു ഇങ്ങനെ ഒരു പ്രോഗ്രാം വെക്കുകയാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് എല്ലാവർക്കും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മീറ്റ് ചെയ്യാം, നമുക്കും എല്ലാവരും മീറ്റ് ചെയ്യാം. അപ്പോൾ സമയം വളരെ ലാഭമായിരിക്കും അല്ല അൽകേഷ്? അടിപൊളി ഒരു തോട്ട് ആയിരുന്നു. എന്താ ചെയ്യാ, അല്ല ഇങ്ങനെ ഒരു പ്രോഗ്രാം എപ്പോഴും നമ്മള് ഇപ്പൊ അമ്മുചേച്ചിയും ദീപ ചേച്ചിയും ഒക്കെ അറൈവൽ എന്നുള്ള രീതിയിലല്ല. കാരണം പിള്ളേർ അവിടെ വളരുമ്പോഴേ അവരുടെ 28, 56 എല്ലാ പരിപാടിയും അവിടെ ആയിരിക്കുമല്ലോ, ഫസ്റ്റ് ബർത്ത്ഡേ ഒക്കെ. അപ്പൊ ഫാമിലിയുടെ ഒപ്പം സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു നാട്ടിൽ വരുമ്പോ ഒരു ഫംഗ്ഷൻ ഒരു 3-4 കൊല്ലം കൂടുമ്പോ കുട്ടികളുടെ എന്തെങ്കിലും ഒന്ന് വെക്കാറുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു അതെ ഫ്രഷ് അല്ല, പക്ഷെ അറൈവൽ ഓഫ് യുവാൻ ചെറിയ ഫ്രഷാണ്. നമ്മളൊരു 10 മിനിറ്റിൽ നമ്മുടെ ലൊക്കേഷനിൽ എത്തുട്ടോ. സ്റ്റേഡിയം എന്ന് പറഞ്ഞിട്ട് കാലിക്കറ്റിനുള്ള ഒരു വില്ലയിലാണ് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് അവരുടെ ബാക്കിലുള്ള സ്ഥലം. നമ്മൾ റോയൽ ആണല്ലോ തീം വെച്ചിട്ടുള്ളത്. എനിക്കിങ്ങനെ എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ആലോചിച്ച് അപർണനായിട്ടൊക്കെ ഡിസ്കസ് ചെയ്തപ്പോഴാണ് നമ്മൾ റോയൽ എന്നുള്ള തീം വെക്കാം നമ്മൾ വിചാരിച്ചത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ബംഗ്ലാവ് സെറ്റപ്പ് ഉണ്ട് മൊത്തത്തിൽ സ്റ്റേഡിയം കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ പോയി കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ വെച്ച് പ്രോഗ്രാം ചെയ്ത് അടിപൊളിയായിരിക്കും. അങ്ങനെയാണ് നമ്മൾ ലൊക്കേഷനിലോട്ട് എത്തുന്നത്. അപ്പോൾ വിഷ്ണുവിന്റെ വീട്ടിൽ ഏകദേശം ഒരു 10-15 മിനിറ്റേ ഉള്ളൂ സ്റ്റേഡിയം. നമുക്ക് മേക്കപ്പിന് വേണ്ടി വരാനിരുന്നത് വികാസ് ചേട്ടനാട്ടോ. പക്ഷെ ചേട്ടന് ഇന്നലെ ഒരു ഹെൽത്ത് കണ്ടീഷൻ ചെറുതായിട്ടൊരു വയ്യായ വന്നത് കാരണം പുള്ളിക്ക് വരാനായിട്ട് പറ്റിയില്ല. അപ്പോൾ എനിക്ക് വികാസ് ചേട്ടൻ വേറെ ചേട്ടൻ്റെ ടീമിൽ തന്നെ 1-2 ആൾക്കാർ എനിക്ക് അറേഞ്ച് ചെയ്ത് തരുക ചെയ്ത് അവിടെ പോയിട്ട് വേണം എനിക്ക് അവരെ മീറ്റ് ചെയ്യാനും പരിചയപ്പെടാനും വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലെ വിശേഷങ്ങൾ. ബാക്കി ഇനി ലൊക്കേഷൻ അവിടെ എത്തിയിട്ടും എല്ലാ കാര്യങ്ങളും ഞാൻ കാണിക്കാം. പിന്നെ നമ്മുടെ ഇവന്റ് ചെയ്യുന്നത് വളകാപ്പിന് ചെയ്ത സെയിം ടീമാണ്, ഡ്രീം ഇവന്റ്സ് എന്ന് പറഞ്ഞിട്ട്. നമുക്ക് ചില ആൾക്കാരൊപ്പം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടുമല്ലോ. അങ്ങനെയായിരുന്നു ഡ്രീം ഇവന്റ്സിൻ്റെ ഒപ്പം നമുക്ക് കഴിഞ്ഞാണ് വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. ജസ്റ്റ് നമ്മൾ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തനുസരിച്ചിട്ട് നമ്മൾ പോലും അറിയാതെ എല്ലാം അടിപൊളിയായിട്ട് അവർ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? ഭയങ്കര കിടലായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അവര്. അപ്പൊ അതുകൊണ്ട് ഫുഡും അവർ തന്നെയാണ് നമുക്ക് വേണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാം അടിപൊളിയായിരുന്നു. അതുകൊണ്ട് ഇത്തവണ ഞാൻ അവിടുന്ന് ഇവരെ വിളിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ചോദിച്ചായിരുന്നു. അപ്പൊ അവർക്ക് ആ ഡേ ചെയ്യാൻ പറ്റുന്നത് കാരണം നമ്മൾ അവരുടെ ഒപ്പം തന്നെയാണ് ഇത്തവണ യുവിയുടെ അറൈവൽ പാർട്ടിക്കുള്ള ഡെക്കോസ് ഒക്കെ ചെയ്യുന്നത്. 2 ദിവസം മുന്നേ ഞാനും വിഷ്ണുവിന്റെ അമ്മയും കൂടെ പോയിട്ട് അവിടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അവര് ഡെക്കറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിലെ സീനുകൾ. ഇനി നമുക്ക് ഇന്നത്തെ ഒരു ദിവസത്തോട്ട് തുടങ്ങാം. ഇതെനിക്കൊരു ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. കസ്റ്റമറിന്റെ മിഠായിയാണോ?
ഇത് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. ഇവര് ചങ്ങനാശ്ശേരിന്ന് വരികയാണ്. ഞാൻ അറിഞ്ഞിട്ട് പോലും ഉണ്ടായിരുന്നില്ല. ഇവിടെ വന്നപ്പോ ഫസ്റ്റ് എന്റെ അടുത്തേക്ക് ആള് മാറിപ്പോയതാണ്. ഇവർക്കൊരു ഷോപ്പ് ഉണ്ട്, അപ്പൊ അതിന്റെ കേക്ക്സും കാര്യങ്ങളും ഒക്കെ എനിക്കൊരു എന്താണ് സാഫ കേക്ക്സ് ഞാനൊരു സാഫ കേക്ക്സ് കസ്റ്റമറായി ഇപ്പൊ. അപ്പൊ ഇത് കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് ഞാൻ പറയാം. എന്തായാലും ഞാൻ പറഞ്ഞു വന്ന സ്ഥിതിക്ക് താങ്ക് യു. എന്നെ ബർത്ത്ഡേ വിഷ് ചെയ്തു, ഓണം വിഷ് ചെയ്തു, ക്രിസ്മസ് വിഷ് ചെയ്തു, എല്ലാം കഴിഞ്ഞു. അത് അപ്പൊ വന്ന സ്ഥിതിക്ക് എന്തായാലും പരിപാടിയും കൂടെ കഴിഞ്ഞിട്ട് പോവാന്ന് ഞാൻ പറയായിരുന്നു. ട്രൈ ചെയ്യാം. ഓ ഇത് അടിപൊളിയായിട്ടുണ്ട് അല്ലേ. ഞാനിവിടെ ജസ്റ്റ് വന്ന് സ്റ്റേഡിയത്തിലോട്ട് കയറി കഴിഞ്ഞപ്പോൾ തന്നെ ഇവരിതേ വെൽക്കം ബോർഡൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ സഞ്ജേട്ടൻ ചെയ്ത ഷൂട്ടില്ലേ, അപ്പോൾ അതിൻ്റെ ഫോട്ടോസ് ഞാൻ ഇവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ എന്തൊരു കളർ തീം വരുന്നത്, വൈറ്റും റോയൽ ബ്ലൂവും പിന്നെ ഈ കാണുന്ന പീച്ച് എന്ന് പറയാൻ പറ്റുമോ അറിയില്ല, ആ ഒരു ഷെയ്ഡും. അപ്പോൾ അയ്യോടാ ഡേറ്റ് ഒക്കെ വെച്ചിട്ടുണ്ടല്ലോ, ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ ഫുള്ള് വരുന്നത് കേട്ടോ. നമ്മൾ 2 വെൽക്കം ബോർഡ് ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, ഒന്ന് അകത്താ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഈ ഒരു ബോർഡ് എനിക്കൊരു ടോട്ടൽ സർപ്രൈസ് ആയിരുന്നു. നല്ല ഭംഗിയുണ്ടല്ലോ അവർ ചെയ്തത്, ഭയങ്കര വന്ന ഉടനെ തന്നെ ഭയങ്കര ഒരു ഫീല്. നമ്മുടെ ഫാമിലിയിൽ ആദ്യമായിട്ട് കളർ പാലറ്റും ഡ്രസ് കോഡും ഒക്കെ വെച്ച് ചെയ്തൊരു പരിപാടി എൻ്റെ വളകാപ്പായിരുന്നു കേട്ടോ. അതും അപർണ ഇനീഷ്യേറ്റീവ് എടുത്തിട്ട്. ഇത്തവണയും നമ്മൾ ചെറുതായിട്ട് ഡ്രസ് കോഡും തീമും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ ഡ്രസ് ചെയ്ത് വരുമായിരിക്കും. ഏത് നല്ല സ്ഥലമല്ലേ? എനിക്ക് തോന്നി നമ്മുടെ തീമിന് കറക്റ്റ് മാച്ച് ചെയ്ത് പോകുന്ന ഒരു സ്ഥലമായിരിക്കും മൊത്തത്തിൽ. അപർണ എല്ലാ ഇങ്ങനത്തെ സ്ഥലങ്ങളും അപർണയാണ് എനിക്ക് സജസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ അവിടെയാണ് സ്റ്റേജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാത്രി ഇവിടെ ഒരു ഇവന്റ് നടക്കുന്നുണ്ടായിരുന്നു. ഏകദേശം 12 മണിയായത് വൈൻഡപ്പ് ചെയ്തപ്പോൾ. അപ്പോൾ ഇന്നലെ ഇവർക്ക് കാര്യമായിട്ടുള്ള ഡെക്കറേഷൻസ് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇന്ന് നേരത്തെ അവർ സ്റ്റാർട്ട് ചെയ്തത്. പണി തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്റ്റേജ് നമ്മൾ ബാക്ക് ഓപ്പൺ ആയിട്ടാട്ടോ ഇടുന്നത്. അപ്പോൾ ഇതാണ് ഏകദേശം സ്റ്റേജിൻ്റെ ഒരു ഡെക്കോർസൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തത്. ചെറിയൊരു ഹൈറ്റ് മതി എന്ന് പറഞ്ഞു, കാരണം ആകെ ഒരു 60 ആൾക്കാരുടെ പ്രോഗ്രാമാണ്. അപ്പോൾ വലിയ സ്റ്റേജിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ, ഉള്ളത് കുറച്ച് ഭംഗിയിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവിടെ നമ്മൾ രാത്രിയാകുമ്പോൾ ചെറിയൊരു ലൈറ്റിംഗ് ഒക്കെ കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ പരിപാടി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡെക്കറേഷനൊക്കെ അവിടെ നടക്കുന്നുണ്ട്. നമ്മുടെ മേക്കപ്പ് ടീം അകത്ത് വെയിറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ ഇനി അവരധികം വെയിറ്റ് ചെയ്യിപ്പിക്കാതെ അങ്ങോട്ട് പോട്ടെ, പോവാം. ഇത് തുറക്കാൻ ഡച്ച് ബംഗ്ലോ ഫീൽ അല്ലേ, ഒരു ഭയങ്കര ഒരു ബംഗ്ലോ ഫീല്. കുനാഫ ചോക്ലേറ്റ് അതിൻ്റെ അകത്തുണ്ട്. അത് എന്തെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതെ, ഞാൻ അപ്പുറത്ത് അവരെ നോക്കി നോക്കട്ടെ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ റൂംസ് അന്ന് ജസ്റ്റ് ഓടിച്ച് കണ്ടതായിരുന്നു. പക്ഷെ ഭയങ്കര ഒരു ഇംഗ്ലീഷ് സ്റ്റൈൽ, ഒരു ഡച്ച് ബംഗ്ലോ ലുക്കൊക്കെ. ഡച്ച് ബംഗ്ലോ ഇതുവരെ കണ്ടിട്ടില്ല. അത് ഇതുവരെ കണ്ടിട്ടില്ല, അതുകൊണ്ട് പ്രശ്നമില്ല. മുതല കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കാൻ പോവാണ്. നല്ലുണ്ട്. അടുത്ത പ്രാവശ്യം എനിക്കും ഇങ്ങനത്തെ തരണം. എന്നിട്ട് എനിക്ക് ഈ എന്തെങ്കിലും കൊടുത്തു, ഞാൻ ലിസ്റ്റ് അയച്ച ഒരു സാറ് കൊണ്ടുവരില്ല. അതാണ് ഇവളുടെ മഹാത്മ്യം. ഞാൻ ഷർട്ട് ഊരിട്ടെ ഈ ഒരു ഇതാക്കി, കാരണം ഹെയർ സ്റ്റൈൽ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഗൗൺ എടുത്തത്. ഭയങ്കര ഒരു അടിപൊളി ഗൗണാണ്. ഞാൻ അതിന്റെ സസ്പെൻസ് ഇപ്പൊ ഇതിൽ കളയുന്നില്ല. ഞാൻ എങ്ങനെ വേണം എന്നുള്ളത് ആഗ്രഹിച്ച് പറഞ്ഞു കൊടുത്തു. അതേപോലെ അമിത് എനിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, എപ്പോഴും ഞാൻ ഒരു കംഫർട്ട് സ്പേസ് കണ്ടുപിടിക്കുന്ന ആളാണ്, പ്രത്യേകിച്ച് ഇങ്ങനെ ആൾക്കാരായിട്ടുള്ള റിലേഷൻഷിപ്പിൽ കേട്ടോ. ചിലരായിട്ട് കംഫർട്ട് ആയാൽ പിന്നെ എനിക്ക് അവിടുന്ന് ചേഞ്ച് ചെയ്യാൻ ഒട്ടും ഇഷ്ടമല്ല. അതേപോലെയാണ് ഇപ്പൊ അമിതേനായിട്ട് വളകാപ്പിൽ നമ്മൾ ബ്ലൗസ് ചെയ്ത് തുടങ്ങിയ ഒരു ബന്ധം തുടങ്ങിയതാണ്. അതിനുശേഷം ഇപ്പൊ എന്റെ എല്ലാ ബ്ലൗസും ഞാൻ പറഞ്ഞത് നമ്മൾ മെഷർമെന്റ് എടുത്തിട്ട് പുറത്തൊക്കെ ആകുമ്പോൾ നമ്മൾ നെതർലൻഡ്സിലൊക്കെ ആകുമ്പോൾ നമുക്ക് ഓരോ ഇവന്റ് വരുമ്പോഴൊന്നും ബ്ലൗസ് എടുത്ത് സ്റ്റിച്ച് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. അപ്പൊ അമിതേനോട് പറഞ്ഞാൽ വാട്സാപ്പ് വഴി മെഷർമെന്റ് എടുത്ത് അമിത എനിക്ക് വീട്ടിലോട്ട് കൊറിയർ ചെയ്ത് തരും, പിന്നെ വീട്ടിൽ നിന്ന് അച്ഛൻ എനിക്ക് കൊറിയർ ചെയ്ത് തരും. അതെനിക്ക് വളരെ കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അങ്ങനെ ബന്ധം വർദ്ധിച്ച് ഇപ്പൊ അവസാനം എന്റെ ഈ ഒരു അറൈവൽ ഓഫ് ശിവാനും അമിത തന്നെയാണ് ഡ്രസ്സ് പറയാനുള്ള കുറച്ചൊന്ന് ചുരുക്കി പറഞ്ഞു. എനിക്ക് കൈവേദനിക്കുന്നുണ്ട്. അവള് നീട്ടി വരികയാണ്, എന്നെ സ്റ്റാൻഡായിട്ടാണ് അവള് കണ്ടിക്കണേന്ന് തോന്നുന്നുണ്ട്. കഴിഞ്ഞ പരിപാടികൾക്കൊക്കെ നമ്മൾ വളരെ ലൈറ്റായിട്ട് സിമ്പിളായിട്ടുള്ള മേക്കപ്പാണല്ലോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇത്തവണ എനിക്ക് കുറച്ച് ഡ്രമാറ്റിക് ആകാൻ ഒരാഗ്രഹം. അതുകൊണ്ട് കുറച്ച് ഹെവി മേക്കപ്പാണ് നമ്മൾ ചെയ്യുന്നത്. എല്ലാ കാര്യവും എപ്പോഴും ഒരുപോലെ രസമില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് മേക്കപ്പ് ഒന്ന് മാറ്റി പിടിക്കാം. നീ ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല.
അതെങ്ങനെയാ അറിയാം? അപ്പൊ എന്റെ സ്കിൻ അല്ലെങ്കിൽ ഇവളുടെ സ്കിന്നിന് ഏതാണ് കളർ കറക്റ്റ് യൂസ്? ചിലർക്ക് അത് ഗ്രീൻ ആയിരിക്കും, നൈസിന് ഇവിടെ ഒരു കുറച്ച് സജഷൻസ് എടുത്തോണ്ടിരിക്കുക കേട്ടോ. എനിക്ക് അത് ഭയങ്കര, അല്ലെങ്കിൽ ഗ്രേഷ് ആവില്ലേ നമ്മൾ കൺസീലർ ഇടുമ്പോൾ ഡാർക്ക് സർക്കിൾ? അത് തന്നെ പറഞ്ഞ മെയിനായിട്ട് നമ്മൾ ഇത് കൊടുക്കണം, ഈ കൺസീലർ ചെയ്യുമ്പോഴത്തേക്ക് കളർ കറക്റ്റ് ചെയ്യണം എന്നുള്ളത്. പക്ഷെ എന്ത് കളർ കറക്റ്റ് ചെയ്യണം എന്ന് എങ്ങനെയാ അറിയാം? അങ്ങനെ കുറച്ച് ഇൻഫർമേഷൻ പോരുകയാണെങ്കിൽ ഇങ്ങോട്ട് പോന്നോട്ടെ എന്ന് വിചാരിച്ച് അൽക്ക കുറേ ആൾക്കാരുടെ മേക്കപ്പ് റിലേറ്റഡ് ഡൗട്ട്സ് ഒക്കെ ചോദിച്ച് മനസ്സിലാക്കുമായിരുന്നു. അൽക്കയ്ക്ക് ഒരു കാലത്ത് മേക്കപ്പ് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ഇപ്പോൾ കംപ്ലീറ്റ്ലി സ്കിൻ കെയറിലോട്ട് മാറിയിട്ടുണ്ട് താല്പര്യം. ഞാനും ഒരു മേക്കപ്പ് കോഴ്സ് പഠിച്ച് ഒരു പോസിട്ട് നിർത്തിയിരിക്കുകയാണല്ലോ. 1-2 ഷോസിനും കാര്യങ്ങൾക്കൊക്കെ അവിടെ പോയിട്ടുണ്ടായിരുന്നു. തുടർന്ന് കൂടുതൽ കാര്യങ്ങൾ അത് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോക്ക് പ്രഗ്നൻ്റ് ആയി. പിന്നെ ചിക്കൻ ബോക്സ് വരാത്തത് കാരണം ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞത് കാരണം കുറേ റാൻഡം ആയിട്ടുള്ള ആൾക്കാരായിട്ട് കോൺടാക്ട് വരുന്ന രീതിയിൽ തൽക്കാലം വർക്ക് ചെയ്യണ്ടെന്ന് തീരുമാനിച്ച് ഒരു പോസ് എടുത്തതാണ് അതെന്ന്. കാര്യങ്ങളൊക്കെ ഏകദേശം ഒന്ന് ബാക്ക് ടു ട്രാക്ക് ആയ സ്ഥിതിക്ക് ഇനി മെല്ലെ 1-2 ഷോസിനൊക്കെ പോയി തുടങ്ങി കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കും, അപ്ഗ്രേഡ് ചെയ്യുകയൊക്കെ ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. എൻ്റെ മനസ്സിൽ ഈ ഒരു കോസ്റ്റ്യൂമും ഹെയർ സ്റ്റൈലും ഒക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്കൊരു സെൻറ്റർ പാർട്ടീഷൻ വന്നിട്ട് ഒരു സ്ലീക്ക് പോണിറ്റെയിൽ കെട്ടണമെന്നായിരുന്നു. പക്ഷെ എല്ലാവരുടെയും സജഷൻ കുറച്ച് മെസ്സി പോണിറ്റെയിലായിരിക്കും നല്ലത് എന്നാണ്. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ ട്രൈ ചെയ്യുന്നത്. നമ്മുടെ മേക്കപ്പ് ഓൺ ടൈം കഴിഞ്ഞു കേട്ടോ. ഇത്തവണ നമ്മൾ കുറച്ച് ഒരു ഡ്രമാറ്റിക് മേക്കപ്പാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. എല്ലാ തവണയും കുറച്ച് സിമ്പിളായിട്ടുള്ള പിടിക്കാറ്. ഇത്തവണ കുറച്ച് ഹെവി ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ ഗൗണും കുറച്ചധികം ഈ പറഞ്ഞ പോലെ ഡ്രമാറ്റിക്കാണ്, കുറച്ച് വലിച്ചു നടക്കേണ്ട സംഗതികളൊക്കെ അതിലുണ്ട്. ഞാനത് കാണിച്ചു തരാം കേട്ടോ. അതിന് മുന്നേ നമ്മുടെ മേക്കപ്പും ഹെയറും കഴിച്ച സ്ഥിതിക്ക് പോയി ഇനി ഭക്ഷണം കഴിക്കട്ടെ. സമയം 2 മണിയായിട്ടുണ്ട്. നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് തീരുമ്പോഴേക്ക് വൈശാഖ് സാർ വിഷ്ണുവിനെയും യുവിനെയും പിക്ക് ചെയ്തിട്ട് വരും. ഫോട്ടോഗ്രാഫി ടീം ഓൾറെഡി എത്തിയിട്ടുണ്ട്. ഇവന്റ് പരിപാടികൾ ഓൾമോസ്റ്റ് തീർന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴിക്കും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളോട്ട് കിടക്കാം. ഇന്ന് രാവിലെ അവർ കൊണ്ടുവന്ന ഹാമ്പറാണ് കേട്ടോ ഇത് ആക്ച്വലി വൈശാഖ് സാർ ഇല്ലാത്തപ്പോൾ പൊട്ടിച്ചാൽ എനിക്ക് ശാപം കിട്ടും. അതുകൊണ്ട് ഇപ്പൊ പൊട്ടിക്കാന്ന് വിചാരിച്ചു. എനിക്ക് ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിട്ട് തോന്നി കേട്ടോ. അവർ ഇത്രയും ദൂരം രാവിലെ 3 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ വന്നവർ വെയിറ്റ് ചെയ്ത്. എനിക്ക് അറിയുന്ന പോലും ഉണ്ടായിരുന്നില്ല അവരിവിടെ ഉണ്ട് എന്നുള്ളതോ. ആരും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് ഭയങ്കര, നമ്മളിങ്ങനെ വീഡിയോസൊക്കെ ഇടുന്നുണ്ടെങ്കിൽ നാട്ടിൽ വരുമ്പോഴേ നമുക്ക് ഇതിനൊരു റെക്കഗ്നൈസേഷനും അതേപോലെ തന്നെ ഒരു അപ്രീസിയേഷനും സ്നേഹവും ഓഫ് കോഴ്സ് കിട്ടുന്നത്. അപ്പം എനിക്ക് ഭയങ്കര ഒരു സന്തോഷം ഉള്ളിന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഇതൊന്നും കേൾക്കാതെ വൈശാഖ് സാർ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. വൈശാഖ് സാറിന്റെ മനസ്സിലെ ഉദ്ദേശം എങ്ങനെയെങ്കിലും ആ ബ്രൗണി, ആ പിസ്താഷിയോ, എന്താണ് കുനാഫ ചോക്ലേറ്റ് അകത്താക്കുക എന്നുള്ളതാണ് അല്ലേ? എസ്തെറ്റിക്കലി തുറക്കാൻ പറ്റുമോ? ഓ, എന്തൊക്കെയാണുള്ളത്? പ്ലം കേക്ക് ഉണ്ട്. എനിക്ക് ആദ്യമായിട്ടാണ് ശരിക്ക് ഇവിടെ വന്നിട്ട് ഇത്ര ഒരു ആൾ എഫേർട്ട് എടുത്ത് ഇത്ര ദൂരത്തുനിന്ന് വന്ന് ഒരു സാധനം ഡെലിവർ ചെയ്യുന്നത് ഞാൻ പ്രതീക്ഷിക്കാതെ. എനിക്ക് ഭയങ്കര അടിപൊളിയായിരുന്നു. സഫാസ് കേക്ക്, ഇത് പ്ലം കേക്കാണ്. പിന്നെ ലോട്ടസ് ബിസ്കോഫ് ബ്രൗണീസ്. പാലസ് ഓഫ് കേക്ക്സ് ആൻഡ് ഗിഫ്റ്റ്സ്, പാലസ് റോഡ്, ചങ്ങനാശ്ശേരി. മൊബൈൽ നമ്പറും. വൈശാഖ് സാറാണ് നമ്മുടെ ബ്രൗണി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോണ കേട്ടോ. എനിക്ക് താടാ. അടിപൊളിയാണോ? ഭയങ്കര സോഫ്റ്റ് ആവുന്നോ? ഞാൻ എൻ്റെ കല്യാണത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഇത്ര ഹെവി മേക്കപ്പ് ചെയ്യുന്നത്. അല്ലെങ്കിൽ എല്ലാ തവണ ചെയ്യുമ്പോഴും ഞാൻ ഭയങ്കര സിമ്പിളായിട്ട് എനിക്ക് എൻ്റേതൊട്ടും മാറാത്ത രീതിയിലൊരു മേക്കപ്പ് അല്ല നമ്മളെപ്പോഴും ചെയ്യാറ്. നിങ്ങൾക്ക് തന്നെ എന്നെ ഇങ്ങനെ കണ്ടെന്തോ ഒരു പുതിയത് കണ്ട പോലെ തോന്നുന്നില്ല, എനിക്ക് തോന്നുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇടയ്ക്ക് കുറച്ച് ഡ്രമാറ്റിക് ആവുന്നത് നല്ലതല്ലേ. ഇത്തവണ എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം കുറച്ചൊന്ന് ഹെവി ആക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഹെവി മേക്കപ്പും ഹെവി ഗൗണിലോട്ടും ഒക്കെ എത്തിയത്. ഇതാണ് നമ്മുടെ ഗൗൺ. ഇത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ അമിത എനിക്ക് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ ഉള്ള സമയത്തെ നമ്മൾ കൊടുത്തതായിരുന്നു ഈ ഒരു റോയൽ ബ്ലൂ കളർ. ഈ ഒരു ഭയങ്കര ഇങ്ങനെ എന്താ പറയാ, ട്രെയില് പോലെ അങ്ങനെയാണോ പറയാ, ഇതല്ലേ ബാക്കിൽ വരുന്നത് അത് തന്നെയാണ് തോന്നുന്നു. അപ്പൊ കേക്ക് മുകളിൽ വരുന്നതാണ്. ഓ
ഓക്കെ, എന്നാ നിങ്ങൾക്ക് മനസ്സിലായല്ലോ സംഗതി എന്താണെന്നുള്ളത്. ഒന്ന് പേര് അറിയില്ലെങ്കിലും ആവശ്യം പറഞ്ഞത് കണ്ടോട് പറയാം. അപ്പൊ ഇത് വേണമെന്നുള്ളതൊക്കെ ഞാൻ അമിതയ്ക്ക് കൃത്യമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് അമിത ഡിസൈൻ ചെയ്ത് കാണിച്ചു തന്നു. വിഷ്ണു വിളിക്കുന്നുണ്ട് കേട്ടോ. ഫൈനലി ഈ ഒരു ഡ്രസ്സിലോട്ട് എത്തി. വിഷ്ണുവിന് എടുക്കട്ടെ, എന്തെങ്കിലും കൊണ്ടുവരാനുണ്ടോ എന്ന് എടുക്കട്ടെ എന്നല്ല, വിഷ്ണുവിന്റെ ഫോൺ എടുക്കട്ടെ. നല്ല രസമുണ്ടത്. ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ പെർഫെക്റ്റ് ഫിറ്റ് ആയിരുന്നേ. ഒരു ഓൾട്ടറേഷൻ്റെ ആവശ്യം ഒന്നും ഉണ്ടായിരുന്നില്ല. ഓൺലൈൻ മെഷർമെന്റ് എടുത്തിട്ട് എന്നെ ഇതേവരെ കാണാത്ത അമിത എങ്ങനെ എനിക്ക് ഇത്ര പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു തരുന്നതെന്നുള്ളത് ഓരോ തവണയും ഞാൻ ആലോചിക്കാറുണ്ട്. പിന്നെ മേക്കപ്പും എല്ലാ കാര്യം കഴിഞ്ഞപ്പോഴൊക്കെ എങ്ങനെയായിരിക്കണം എന്ന് ഞാൻ വിചാരിച്ചോ അങ്ങനെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. നമുക്കല്ലേ മേക്കപ്പ് ചെയ്യാൻ ഇത്രയ്ക്ക് സമയം എടുക്കുക. ഞാൻ റെഡിയായി തീർന്നിട്ട് അതുകൊണ്ടാണ് യുവിയും വിഷ്ണുവും വരാമെന്ന് പറഞ്ഞ്. എനിക്കും അധികം സമയമൊന്നും എടുത്തില്ല കേട്ടോ. ഒരു 2 മണിക്കൂറിലൊക്കെ നമ്മൾ റെഡിയായി. ഇപ്പം ഇട്ട എന്താണെന്നറിയോ, മോം ഗ്ലോ തിളങ്ങി മൊത്തത്തിലൊരു തിളക്കത്തിലാണ് നിക്കണേ. റോയൽ മോം. വിഷ്ണു എത്തിയിട്ടുണ്ട്. വിഷ്ണു എൻ്റെ മേക്കപ്പ് കണ്ടൊന്നും ഞെട്ടിയായിരുന്നു കേട്ടോ. വിഷ്ണുവിന് അധികം കാര്യങ്ങളും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ ഇഷ്ടമുള്ള ആളാണ്. പക്ഷെ ഞാൻ ഇടയ്ക്ക് ചില കാര്യങ്ങൾ കുറച്ച് ഡ്രമാറ്റിക് ആക്കുമല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ഞെട്ടലുണ്ടായിരുന്നു വിഷ്ണുവിന്. നമ്മുടെ ഡിസൈനറുടെ ഫസ്റ്റ് റിയാക്ഷനും കൂടെ എടുക്കാട്ടോ. എങ്ങനെയുണ്ടെന്ന്. എങ്ങനെയുണ്ട്? വിചാരിച്ച പോലെ വന്നോ? ഇത് മാത്രം എങ്ങനെ കൊണ്ടു നടക്കണം, പക്ഷെ അതിന്റെ വള്ളി ഇന്ത്യയിൽ കാണാനില്ല. കൊടുന്നുണ്ടോ? അപ്പൊ മനസ്സറിയുന്ന ഡിസൈനറാണ് സ്വഭാവം. ഇതാണ് അമിത. ഞാൻ കുറെ തവണ ഇങ്ങനെ നമ്മുടെ വ്ളോഗിൽ ഞാൻ ബ്ലൗസ് ഇപ്പൊ സ്റ്റിച്ച് ചെയ്യിക്കുന്ന ആത്മേന്നാണെന്ന് എല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴാണ് എന്റെ ഡിസൈനർ നേരിട്ട് കാണിക്കാൻ വേണ്ടി പറ്റുന്നത്. അമിത വന്നതിന് ശേഷമാണ് എന്റെ ഡ്രസ്സിങ് സെൻസ് കുറച്ച് നന്നായി തുടങ്ങിയത്. ഇങ്ങനത്തെ കാര്യങ്ങള്. ഹസ്ബൻഡ് വന്നിട്ടില്ലേ? ഇനി അമിതയ്ക്ക് ഇവിടെ വന്നിട്ട് ഇനി റെഡി ആയിട്ട് വേണം പരിപാടിയുടെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിട്ടല്ലേ. ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. ഞങ്ങൾക്ക് ഓൺലൈൻ ബന്ധം മാത്രമേ ഉള്ളൂ. ഈ പറഞ്ഞ പോലെ മെഷർമെന്റ്സ് എടുക്കുന്നത് കംപ്ലീറ്റ് ഓൺലൈൻ ആയത് കാരണം ആ ബന്ധം മാത്രമേ ഉള്ളൂ. ആദ്യമായിട്ട് നേരിട്ട് കാണുന്നത്. വിചാരിച്ച പോലെ വന്നോ? ഞാൻ എങ്ങനെയാണോ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നത് അതേപോലെ എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട്. ഇത്തവണയും എന്നെ ഡിസപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. ക്ലീനിങ് നല്ല ഭംഗിയുണ്ട് ആ ട്രെയില്. അമിത ഫൈനലായി എനിക്ക് ഡ്രസ്സ് എങ്ങനെ കുറച്ചും കൂടി ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങളും അഡ്ജസ്റ്റ്മെന്റും ഒക്കെ ഒന്ന് ചെയ്തു തരാണേ. ഫോട്ടോഗ്രാഫി ഇത്തവണയും നമുക്ക് ചെയ്യുന്നത് ഐറ ഫോട്ടോഗ്രാഫിയാണ്. നമ്മുടെ വളകാപ്പിനും ഐറ ഫോട്ടോഗ്രാഫി ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ തവണ ഫസ്റ്റ് ടൈം ഐറയോടൊപ്പം വർക്ക് ചെയ്തപ്പോൾ എങ്ങനെയാവും ഔട്ട്പുട്ട് എന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷെ ഇത്തവണ എനിക്ക് ഈ പറഞ്ഞ പോലെ നല്ല ട്രസ്റ്റ് ഉണ്ട്. ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ വേണമെന്ന് പറഞ്ഞു കൊടുത്തോ അതിനനുസരിച്ച് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അവർ ഷൂട്ട് ചെയ്ത് 2 ദിവസത്തിനുള്ള ഔട്ട്പുട്ടും തരാറുണ്ടേ. റെഡി ആയിട്ടുണ്ട് കേട്ടോ. അമ്മ എത്തിയില്ലേ? എവിടെ അമ്മ? വിഷ്ണു റെഡി ആയിട്ടുണ്ട്. വിഷ്ണുവിന്റെ ഡ്രസ്സും അമിത തന്നെയാണ് കേട്ടോ ചെയ്തത്. വിഷ്ണുവിന് കുറച്ച് സിമ്പിൾ ആയിരിക്കണം എന്നുണ്ടായിരുന്നു. അപ്പൊ അതേപോലെ തന്നെ ചെയ്തു. ഇവിടെ കയറി വന്ന ഉടനെ നമ്മൾ വെൽക്കം ഡ്രിങ്കും കാര്യങ്ങളും ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ ഇവന്റിന്റെ സ്ഥലം. നമ്മൾ എൻട്രിക്ക് വേണ്ടിയിട്ട് ആദ്യം ഒരു ക്രാഡിൽ ചെയ്യാമെന്നാണ് വിചാരിച്ച്. പിന്നെ ഞാൻ ഓർത്തു അതിനേക്കാളും കുറച്ചും കൂടി രസം ഉണ്ടായിരിക്കുക ഇങ്ങനെ എടുത്തു വന്നാൽ തന്നെയാണല്ലോ എന്ന്. അപ്പോൾ നമ്മൾ തൽക്കാലം ഒരു ഡെക്കോർ പീസായിട്ട് ഈ ഒരു ക്രാഡിൽ നമ്മൾ സ്റ്റേജിൽ വെക്കുകയാണ്. ബാക്കി ഡെക്കറേഷൻസ് ഒക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു 1-2 മണിക്കൂറത്തെ പണിയും കൂടെ ബാക്കിയുണ്ട്. യുവി ഒരു പൂച്ചോർക്കൊക്കെ കഴിഞ്ഞ് എണീറ്റിട്ടുണ്ട്. ആ ഒരു ചെറിയ ഗ്യാപ്പിലായിരുന്നു ഞാൻ പോയി 2-3 ഫോട്ടോസൊക്കെ എടുത്ത് കേട്ടോ. ഇന്നത്തെ താരം യുവിയാണല്ലോ. യുവിക്ക് നമ്മളൊരു പ്രിൻസ് മോഡൽ ഔട്ട്ഫിറ്റാണ് ചെയ്തിട്ടുള്ളത്. ഈ എല്ലാ ഔട്ട്ഫിറ്റിൻ്റെയും പിക്ചർ മാത്രമേ ഞാൻ അമിതയ്ക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാം റെഡിയാക്കി 2 ദിവസം മുന്നെയാണ് അമിത എനിക്ക് ഇങ്ങോട്ട് കൊറിയർ ചെയ്ത് തന്നെ. നമ്മൾ എന്തായാലും നാട്ടിൽ വരുമ്പോൾ യുവാന് വേണ്ടി ഒരു പരിപാടി ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഇൻട്രൊഡ്യൂസിങ് യുവാൻ എന്ന് പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റിൽ എന്തെങ്കിലും ചെയ്യാനാണ്. പിന്നെ ഞാനും അപർണയും കൂടെ ഫോണിൽ സംസാരിക്കുമ്പോഴാണ് അത് അറൈവൽ ഓഫ് യുവാൻ എന്നാക്കി മാറ്റിയാലോ എന്നൊക്കെ ഒരു ഡിസ്കഷൻ വന്നേ. പെട്ടെന്ന് തന്നെ എൻ്റെ മൈൻഡിൽ വന്നൊരു കാര്യമായിരുന്നു എനിക്ക് തീം റോയൽ വേണമെന്ന്. ഡെക്കോർ ആണെങ്കിലും ഡ്രസ്സാണെങ്കിലും നമ്മൾ വിചാരിച്ച അതേപോലെ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് നമുക്ക് വർക്കൗട്ട് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു കോൺസെപ്റ്റാണ് റോയൽ എന്ന് കുറേ പേരെൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. പക്ഷേ എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഇത്തവണ. കാരണം കഴിഞ്ഞ തവണ നമ്മുടെ ഒപ്പം ഈ വർക്ക് ചെയ്ത ആൾക്കാരുടെയൊക്കെ പൊട്ടൻഷ്യൽ ഞാൻ കണ്ടതാണ് വളകാപ്പിന്. അതുകൊണ്ട് എനിക്ക് ഒരു സംശയം ഉണ്ടായിരുന്നില്ല ഇത് വർക്കൗട്ട് ആവുമോ എന്നുള്ളത്. എൻ്റെ വിശ്വാസം കീപ്പപ്പ് ചെയ്യുന്നത് പോലെ തന്നെയായിരുന്നു മൊത്തത്തിൽ ഇവിടെ മാറിയത് കേട്ടോ.
പിന്നെ യുവീനെ ആദ്യമായിട്ട് എല്ലാവരും കാണാൻ വരുമ്പോൾ ഒരു ടോക്കൺ ഓഫ് ലവ് ഒരു റിട്ടേൺ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഹാമ്പർ സ്റ്റോറീസ് നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ വ്ളോഗിൽ കൂടെ അറിയുന്നുണ്ടായിരിക്കും. കഴിഞ്ഞ തവണ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഹാമ്പറാണ് അൽക്ക എനിക്ക് ഹാമ്പർ സ്റ്റോറീസ് വഴി ഗിഫ്റ്റ് ചെയ്തത്. അപ്പോൾ ഞാൻ ആഷ്ടനെ തന്നെയായിരുന്നു കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് റോയൽ തീമിൽ വരുന്ന കുറച്ച് റിട്ടേൺ ഗിഫ്റ്റ്സും കാര്യങ്ങളും ചെയ്യണമെന്ന്. നമ്മൾ ഒരുപാട് ഹോംവർക്ക് ചെയ്തിട്ടാണ് ഞാനല്ല കേട്ടോ ആഷ്ന എന്തൊക്കെയാണ് ഇതിൽ വെക്കേണ്ടതെന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്തത്. ഒരുപാട് ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഇത് വെറും ഒരു റിട്ടേൺ ഗിഫ്റ്റ് അല്ല, വളരെ സ്പെഷ്യലായിട്ട് യുവീനെ ഫസ്റ്റ് ടൈം കാണാൻ വരുന്ന നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കുന്ന ഗിഫ്റ്റ് അല്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടുപേരും കുറച്ചധികം ചിന്തിച്ചും ആലോചിച്ചും സ്പെഷ്യലാക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ അത് സ്പെഷ്യലാക്കിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഇരുട്ടായി തുടങ്ങി. നമുക്ക് പ്രോഗ്രാം ഒരു 1/4 മണിക്കൂറിൽ തുടങ്ങാം കേട്ടോ. എല്ലാവരും വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ആരെയും ഇനി ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം എല്ലാവരും ആരൊക്കെയാണ് എന്നുള്ളത്. ഞാൻ പിൻട്രസ്റ്റ് നോക്കിയിട്ടായിരുന്നു കുറേ ഫോട്ടോസ് ഫർസിനും ആദിലിനും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നേ. ഇവിടെ എങ്ങനെയാണ് എനിക്ക് ഡെക്കോർസ് വേണ്ടതെന്നുള്ളത്. ഞാൻ ശരിക്കും ആ ഫോണിൽ നിന്ന് ഇങ്ങോട്ട് തല പൊക്കി പിടിച്ചതുപോലെയാണ് ഇവിടെ ഞാൻ കണ്ട ഡെക്കോർസ്. എല്ലാവരും ഇങ്ങനെ വന്നു തുടങ്ങുന്നേ ഉള്ളൂ കേട്ടോ. ഒരുപാട് ആൾക്കാരൊന്നുമില്ല. കൃത്യം പറയുകയാണെങ്കിൽ ഒരു 55-56 ആൾക്കാരേ ഉള്ളൂ. അമ്മമ്മയും വല്യച്ഛനും പ്രോഗ്രാമിന് വരുന്നതിനെ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ലാസ്റ്റ് മിനിറ്റ് വരണോ വേണ്ടേ എന്നുള്ള കൺഫ്യൂഷനിലൊക്കെ ഇന്ന് വരുന്നില്ല എന്ന് ഡിസൈഡ് ചെയ്തു. എനിക്ക് പിന്നെ അവരെ ഭയങ്കരമായിട്ട് നിർബന്ധിക്കാനും തോന്നിയില്ല. പറ്റുന്നുണ്ടെങ്കിൽ എന്തായാലും അവർ വന്നേനെ. നാളെ രാവിലെ തന്നെ നമ്മൾ വളാഞ്ചേരി പോവുകയാണ്. അപ്പോൾ നാളെ തന്നെ അമ്മമ്മ വല്യച്ഛനും ഒക്കെ യുവീനെ കാണും. പിന്നെ രോഹിത്തിനെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റില്ല കേട്ടോ. രോഹിത്ത് നാട്ടിലില്ല. നിങ്ങൾ എന്തായാലും ചോദിക്കുന്നത് എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ മുൻകൂട്ടി പറഞ്ഞത്. ഞാൻ എല്ലാവരും എത്തി. നമ്മൾ വെയിറ്റ് ചെയ്യായിരുന്നു. 6-ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. 6-6:30 ഉള്ള എല്ലാവരും എത്തിയിട്ടുണ്ട്. യുവി ഉറക്കാണ്. അവനെ ഒന്ന് എണീപ്പിച്ച് പാല് കൊടുത്ത് നമ്മൾ വല്ല ഇനി അവനായിട്ട് വരാം. നമുക്ക് ഫംഗ്ഷൻ 9 മണി വരെയൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇനി ആ ചടങ്ങിലോട്ട് കിടക്കാം. അമ്മയും അച്ഛനും 2 സൈഡിൽ നിന്ന് മാത്രമേ കണ്ടുള്ളൂ. വീഡിയോ എടുക്കുന്ന അനു വരെ ഇതുവരെ യുവിനെ കണ്ടിട്ടില്ല അല്ലേ? അപ്പോൾ ഞാൻ പോയിട്ട് അവനെ റെഡിയാക്കിയിട്ട് വരാം. ഓക്കെ. എനിക്ക് ഭയങ്കര സന്തോഷമൊക്കെ തോന്നുന്ന ഒരു മൊമെൻ്റ് ആയിരുന്നു കേട്ടോ ഇത്. കാരണം യുവി ഫാമിലിയിൽ നിന്ന് വളരെ കുറച്ച് ആൾക്കാരെ മാത്രമേ കണ്ടിട്ടുള്ളൂ, തിരിച്ചങ്ങോട്ടും. അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പോകുന്നൊരു സമയം എന്ന് പറയുമ്പോൾ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു സമയമാണല്ലോ. അങ്ങനെ യുവിക്ക് യുവിയുടെ ക്ലോസ് ഫാമിലിനെ മീറ്റ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. ഇതെന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു ട്രൂലി മാജിക്കൽ മൊമെൻ്റ് ആയിരുന്നു. ഞാൻ എങ്ങനെ മനസ്സിൽ വിഷ്വലൈസ് ചെയ്തു ആ ഒരു കാര്യമാണ് ഇപ്പോൾ നടക്കുന്നത്. എൻ്റെ ഫാമിലിയിൽ എൻ്റെ ജനറേഷനിലെ ഏറ്റവും എൽഡസ്റ്റ് ഞാനാണ്. യുവിയാണ് നെക്സ്റ്റ് ജനറേഷൻ നമ്മുടെ ഒരു ഫാമിലിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ വളരെയധികം ഹാപ്പി ആയിരുന്നു ഈ ഒരു മൊമെൻറ്റിൽ. പക്ഷെ ഒരു കാര്യം എനിക്ക് ബാക്കിൽ മനസ്സിൽ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു, അമ്മമ്മയും വല്യച്ഛനും ഇവിടെ ഇല്ല എന്നുള്ളത്. അവരെ നാളെ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് എനിക്ക് ഈ മൊമെൻറ്റ് കംപ്ലീറ്റ് ആവുക. യുവിനെ ആദ്യമായിട്ടാണ് എല്ലാവരും നേരിട്ട് കാണുന്നെങ്കിലും വീഡിയോയിൽ കൂടെ കണ്ടതുകൊണ്ട് യുവിയുടെ കഥയും ജനിച്ച കാര്യങ്ങളും എല്ലാം എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ആദ്യമായിട്ട് കാണുന്ന ഒരു ഫീലില്ല എന്ന് പറയുമായിരുന്നു എല്ലാവരും. എനിക്ക് എൻ്റെ മദർഹുഡിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം പറയട്ടെ. എല്ലാ ആൾക്കാർക്കും നമ്മളോട് ആൾക്കാർ കൂടുതൽ സ്നേഹം കാണിക്കുമ്പോഴാണല്ലോ നമുക്ക് തിരിച്ചും അവരോട് അതേപോലെ സ്നേഹം തോന്നുക. പക്ഷെ നമ്മുടെ മക്കളോടും ആൾക്കാർ വളരെ സ്നേഹം കാണിക്കുമ്പോൾ നമ്മളോട് കാണിക്കുന്നതിനേക്കാളും സ്നേഹമായിരിക്കും നമുക്ക് ഫീൽ ചെയ്യുക. അങ്ങോട്ടും അതേപോലെ നമ്മുടെ മക്കളെ കൺസിഡർ ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് നമുക്കൊരു പ്രത്യേക ഇമോഷൻ തന്നെ ആയിരിക്കും അങ്ങോട്ട് തോന്നുക. എനിക്ക് തോന്നുന്നു അങ്ങനെ തന്നെ ആയിരിക്കും എല്ലാ ആൾക്കാർക്കും അല്ലേ. ചേരാൻ വേണ്ടി വന്ന എല്ലാവർക്കും ഒരു ബിഗ് താങ്ക് യു. ഞാൻ യുവി ഉണ്ടായതിനു ശേഷം ഞങ്ങൾ ഫസ്റ്റ് ടൈം നാട്ടിലേക്ക് വരുന്നത്. അപ്പോൾ എന്നോട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത്, സോ അത് നമ്മുടെ ലാർജർ ഫാമിലിയായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്നതിൽ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. സോ താങ്ക് യു എവരിവൺ. താങ്ക് യു ഫോർ കമ്മിങ്. ഈ പേര് ചൂസ് ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ള എന്തെങ്കിലും മെമ്മറി? ഈ പേര് ചൂസ് ചെയ്യാൻ സത്യം പറഞ്ഞാൽ അധികം കഷ്ടപ്പെട്ടിട്ടില്ല. എനിക്ക് നന്ദി പറയാനുള്ള ChatGPT-നോടായിരിക്കും. കാരണം പുള്ളി എനിക്ക് വളരെ പെട്ടെന്ന് പേര് പറഞ്ഞു തന്നു. അപ്പം എനിക്കാണ് പുള്ളി YUBA എന്നാണ് എനിക്ക് പറഞ്ഞു തന്നത്. ഞാനതൊരു ഇട്ടുള്ള എൻ്റെ ബുദ്ധിപരമായ നീക്കം മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. സോ അതാണ് എൻ്റെ ഇതിനെ പറ്റിയുള്ള ബിഗ് ഓർമ്മ. എന്തെങ്കിലും ക്യാരക്ടറോ അങ്ങനെ എന്തെങ്കിലും ഒരു സാമ്യം എന്തെങ്കിലും തോന്നുന്നതായിട്ടുള്ള എന്തെങ്കിലും മെമ്മറി ഉണ്ടോ? ഐശ്വര്യയുടെ കുട്ടിക്കാലമായിട്ട് എനിക്ക് താരതമ്യം ചെയ്യുമ്പോൾ അത് ഐശ്വര്യയുടെ കുട്ടിക്കാലത്തിന് വ്യത്യാസമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ 2-3 മാസത്തെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ ഐശ്വര്യ കുറേ
ഇടയ്ക്കൊക്കെ ഇങ്ങനെ കരച്ചിലൊക്കെയും ബഹളമൊക്കെ ഉള്ള കുട്ടിയായിരുന്നു. ഇവൻ വളരെ ശാന്തനാണ്. അത്യാവശ്യം പാല് കുടിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം കരയുക, ബാക്കി നേരത്ത് ഫസ്റ്റായിട്ടിരിക്കുന്ന സ്വഭാവമാണ്. ചുമ്മാ പരിപാടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇൻട്രാക്ഷൻ കൊണ്ടുവരാൻ വേണ്ടി വിഷ്ണു എല്ലാവരെയും വെൽക്കം ചെയ്തതിന് ശേഷം അപർണ യുവിയുടെ ഗ്രാൻഡ് പേരൻസിന്റെ അടുത്ത് ഓരോരോ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയാണ് ആ ഒരു മെമ്മറി? നല്ല മെമ്മറിയായിരുന്നു. നെതർലാൻഡ്സിലെ മറ്റേ എൻഗേജ്മെൻറ്റും ഇല്ലാത്തതുകൊണ്ട് പരമാവധി സമയം സ്പെൻഡ് ചെയ്യാൻ സാധിച്ചു. നല്ല അനുഭവമായിരുന്നു. യുവി ജനിച്ച് 3 മാസത്തിൽ തന്നെ നമ്മൾ നാട്ടിലോട്ട് ട്രാവൽ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് വേണോ, കുറച്ചും കൂടെ വെയിറ്റ് ചെയ്തിട്ട് പോരെയെന്ന് കുറേ പേര് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് വളരെ വാലിഡ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കേട്ടോ. പക്ഷെ എന്നാലും ഇവൻ്റെ ഹെൽത്ത് ഓക്കെയാണ്. ഇവനെ മാക്സിമം പ്രൊട്ടക്ട് ചെയ്ത് എങ്ങനെയാണ് നമുക്ക് 3 മാസം കഴിയുമ്പോൾ തന്നെ നാട്ടിലോട്ട് വരാൻ പറ്റുക എന്നുള്ളത് നമ്മൾ നല്ലോണം ചിന്തിച്ച് വർക്കൗട്ട് ചെയ്തെടുത്തൊരു കാര്യമാണ്. കാരണം വിഷ്ണുവിൻ്റെ അച്ഛനും അമ്മയും മോനെ കാണുക എന്നുള്ളത് അവർക്കെ പോലെ തന്നെ നമുക്കും വളരെയധികം ആഗ്രഹമുള്ളൊരു കാര്യമാണ്. അമ്മമ്മയും വെല്ലച്ചനും മോനെ കാണുക എന്നുള്ളത് എനിക്കും വിഷ്ണു ഒരേപോലെ ആഗ്രഹമുള്ള കാര്യമാണ്. അപ്പോൾ അതൊക്കെ നീട്ടിക്കൊണ്ടുപോകേണ്ട കാര്യങ്ങളല്ല, ഇപ്പം തന്നെ ചെയ്യേണ്ട കാര്യങ്ങളാണെന്ന് തോന്നിയിട്ടാണ് നമ്മൾ 3 മാസത്തിൽ തന്നെ ട്രാവൽ ചെയ്യണമെന്ന് വിചാരിച്ചത്. 3 മാസത്തിൽ ട്രാവൽ ചെയ്യുന്ന ആദ്യത്തെ പേരൻസ് നമ്മളൊന്നും ആയിരിക്കില്ല കേട്ടോ. പക്ഷെ എന്നാലും 3 മാസം ഒരു കുട്ടീനെ വെച്ചിട്ട് ഫസ്റ്റ് ടൈം പേരൻസ് ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസും ഡൗട്ട്സും ഒക്കെ ഉണ്ടായിരിക്കും. അതിനേക്കാളും മുകളിലായിരുന്നു നമ്മുടെ ഈ ഒരു ആഗ്രഹം. ഇതൊരു ചെറിയ എംബാരസിങ് മൊമെൻ്റ് ആയിരുന്നേ. യുവിക്കുള്ള ഗിഫ്റ്റാണ് ഞാനും വിഷ്ണു വാങ്ങിക്കുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെയും വിഷ്ണുവിൻ്റെയും ഒരു റിസപ്ഷൻ ഫീലായിരുന്നു എനിക്ക് തോന്നുന്നുണ്ടായിരുന്നത്. യുവിക്ക് അത്യാവശ്യം ചൂടൊക്കെ എടുക്കുന്നുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞപ്പോൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് റോംബർ ഇടിച്ച് റൂമിൽ AC ഒക്കെ ഇട്ട് അവൻ കിടന്നുറങ്ങുകയാണ് കേട്ടോ. ഓരോരോ ആൾക്കാർ അവിടെ മാറി മാറി ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവനില്ലാതെ സ്റ്റേജിൽ കയറുന്ന ഗിഫ്റ്റ് വാങ്ങുമ്പോൾ ഞാൻ വിഷ്ണുവിൻ്റെ അടുത്ത് പറയാറ് എന്തോ ചളിപ്പാവുന്നു എന്ന്. പക്ഷേ ഈ പറഞ്ഞ പോലെ എല്ലാവരെയും ഒന്ന് ഗ്രീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതൊരു ചടങ്ങാണല്ലോ. ഇതാണ് ആഷ്ന. ഞാൻ പറഞ്ഞില്ലേ ഹാമ്പർ സ്റ്റോറീസിലെ അവളൊരു കുട്ടി ഹാമ്പർ യുവിക്ക് ഗിഫ്റ്റായിട്ട് തന്നിട്ടുണ്ടായിരുന്നു, ഒരു ക്രിസ്മസ് ഹാമ്പർ. അടുത്ത വീഡിയോയിൽ നമുക്കിത് ഒരുമിച്ചിരുന്ന് തുറക്കാം കേട്ടോ. അപ്പോൾ താങ്ക് യു ആഷ്ന, എൻ്റെ ഈ കുറേ റിക്വയർമെൻറ്റ്സ് എടുത്ത് നമുക്ക് ഇത്രയും നന്നായിട്ട് ഈ ഒരു ഹാമ്പർ ചെയ്യാൻ പറ്റിയാൽ. ഇതാണ് നമ്മുടെ ഫോട്ടോഗ്രാഫി ടീം, ഐറ ഫോട്ടോഗ്രാഫി. വന്ന് കുറച്ച് നേരത്തിനുള്ളിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവർ പെട്ടെന്ന് ഷടപടയും തീർത്ത് അവർ തിരിച്ചു പോയി. അവർക്ക് കുറച്ച് ദൂരം ട്രാവൽ ചെയ്യാനുണ്ട്. അവർ കോട്ടയത്തു നിന്നാണ് വരുന്നത്. എല്ലാവർക്കും ഇന്നത്തെ ഫംഗ്ഷൻ ഒരു ഹാപ്പി ഫംഗ്ഷൻ ആയിരുന്നു കേട്ടോ. ഭയങ്കര എല്ലാവരും നല്ല ചിരിച്ച മുഖത്തോടു കൂടെ നിൽക്കുന്നുണ്ടായിരുന്നേ. ചിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറയുക, വിശേഷങ്ങൾ ചോദിക്കുക, അതൊക്കെ ഒരു നല്ല ഹാപ്പി വൈബുള്ള ഒരു ഫംഗ്ഷനായിരുന്നു. കഴിഞ്ഞ നമ്മളൊരു വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, കഴിഞ്ഞ ഒരു 5-6 കൊല്ലമായിട്ട് നമ്മൾ നെതർലൻഡ്സിലാവുമ്പോൾ ഇവിടെ പുതിയ ബന്ധങ്ങൾ നല്ലത് ബിൽഡ് ചെയ്യുക, അത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതൊന്നും അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. പക്ഷെ എന്നാലും കഴിഞ്ഞ കൊല്ലങ്ങളിൽ നല്ല കുറേ സുഹൃത്തുക്കളെ എനിക്ക് ഇവിടെ വീണ്ടും ഉണ്ടാക്കാനായിട്ട് പറ്റി. അപ്പോൾ അവരെല്ലാവരെയും നമ്മൾ ഈ ഒരു ഫംഗ്ഷന് വേണ്ടി ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നാട്ടിൽ വന്നിട്ട് ഇങ്ങനെ ചെറിയ ഫംഗ്ഷൻ വെച്ച് എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോൾ എല്ലാവരെയും നമുക്ക് നാട്ടിൽ വന്ന് മീറ്റ് ചെയ്യാനായിട്ടും പറ്റും. എന്നാൽ പിന്നെ ഇൻഡിവിജ്വലി നമ്മൾ ഓരോരോ വീട്ടിൽ പോകുന്ന സമയം അത്ര വരില്ല. അപ്പോൾ നാട്ടിൽ വന്നിട്ടുള്ളൊരു ഫംഗ്ഷൻ എനിക്ക് നല്ലൊരു ഐഡിയ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. അൻഷിഫയുടെ പേരൻസാണിത്. അൻഷിഫി വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫംഗ്ഷന്. പിന്നെ അവിടുന്ന് ബിൻചേട്ടനും ഉണ്ടായിരുന്നു. അവരെല്ലാവരും നാട്ടിലുള്ള സമയമായിരുന്നു. ഇവിടുന്ന് അങ്ങോട്ട് വീഡിയോഗ്രാഫി ആക്ച്വലി ഞാൻ റെഡി ആയതിനു ശേഷം അനുവും അപർണയും കൂടി എനിക്ക് എടുത്തു തരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനെടുത്ത വിഷ്വൽസ് ഒന്നും പരിപാടിക്ക് ശേഷം എല്ലാവരും വീട്ടിൽ പോകുമ്പോൾ റിട്ടേൺ ഗിഫ്റ്റ് ഒരു ഇരട്ടി മധുരം തന്നെയായിരുന്നു. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, സസ്നേഹം, തനി മലയാളി. ടാറ്റാ.